ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഫൂൽ മക്കാന എന്താണെന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഫൂൽ മക്കാന അത്ര വലിയ പരിചയമില്ലാത്ത ഒരു സാധനമാണ്. ഫൂൽ മക്കാന എന്ന് പറഞ്ഞാൽ ലോട്ടസ് സീഡ്, ഫോക്സ് നട്ട്സ് എന്നാണ് ഇതിനെ പറയും. നമ്മുടെ താമര വിത്താണിത്. അത് പ്രോസസ്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു തരം ഫുഡ് ഐറ്റമാണ് മക്കാന. നോർത്ത് ഇന്ത്യൻസാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. നവരാത്രി ഫെസ്റ്റിവലിനൊക്കെ ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഭവമാണ്. ബീഹാറിലാണ് ഇത് കൂടുതലായിട്ട് ഇതിൻ്റെ കൾട്ടിവേഷൻ നടക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റോ ആയിരുന്ന സമയത്ത് ഇത് ഇങ്ങനെ ജസ്റ്റ് പ്ലീ പോലെ ആവുകയുള്ളൂ. അതായത് പൊട്ടില്ല. നമ്മളിങ്ങനെ ഞെക്കുമ്പോൾ അതിങ്ങനെ വെറുതെ ഇങ്ങനെ ചതയണ പോലെ ആവുകയുള്ളൂ. ഇതൊന്ന് നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. ബിഗ് ബാസ്ക്കറ്റിലും ഓൺലൈനിലായാലും അതുപോലെ തന്നെ ബാക്കിയുള്ള ബിഗ് ബസാർ അങ്ങനത്തെ ഡിമാർട്ട് അങ്ങനത്തെ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. ഇതിന് നല്ല വിലയുണ്ട്. 100 ഗ്രാമിന് 120 രൂപ ആ ലെവലിൽ ഇതിന് വിലയുണ്ട്. വളരെ കനം കുറഞ്ഞ ഒരു സംഭവമാണിത്. പക്ഷേ സ്നാക്സ് ആക്കിയിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റിയാണ്. ഞാനിന്ന് 2 സ്നാക്സ് പരിചയപ്പെടുത്താം. മക്കാന കൊണ്ട് ഉണ്ടാക്കുന്ന 2 സ്നാക്സ്, നമ്മുടെ പോപ്കോൺ പോലെയൊക്കെ ഇരുന്ന് തിന്നാൻ പറ്റുന്ന 2 സ്നാക്സ് പരിചയപ്പെടുത്താം. അതിന് വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി എടുത്തിട്ട് അതിൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട, നല്ല ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് നേരം മക്കാന അതിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഇളക്കുമ്പോൾ അതിൻ്റെ നല്ല വൈറ്റ് കളറൊന്ന് മങ്ങും. അത് മങ്ങുമ്പോൾ ജസ്റ്റ് ഒരു മക്കാന എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടും. അപ്പോൾ അതിൻ്റെ വറവ് ശരിയായി എന്നാണ് അർത്ഥം. അതിനുശേഷം അത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് സ്വീറ്റ് മക്കാന ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ നമ്മൾ ഒരു സോസ് പാൻ എടുത്തിട്ട് നമ്മൾ ആ മക്കാന വറുത്ത അതേ സോസ് പാനിൽ തന്നെ കുറച്ച് ഗീ ഒഴിക്കുക. ഗീ ഒഴിച്ച് അത് നന്നായി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ജാഗരി പൗഡർ, നമ്മുടെ ശർക്കര പൊടിച്ചിട്ടുള്ള പൗഡറാണിത്. ഇതില്ലെങ്കിൽ നമ്മുടെ കുറച്ച് ശർക്കര പാനി ഒഴിച്ചാലും മതി, അല്ലെങ്കിൽ ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ട് അത് കുറച്ച് ഇട്ടാലും മതി. അത് നല്ല നെയ്യ് കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ശർക്കരപ്പാനി ആണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ശർക്കരയുടെ പൊടി ആയതുകൊണ്ട് അതൊന്ന് ലിക്വിഡ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് ശരിക്കും ഒരു ശർക്കരപ്പാനി പോലെയാവും. നല്ല തിക്കായിട്ടുള്ളൊരു ശർക്കരപ്പാനിയാവും. അതിലേക്ക് നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മക്കാന ചേർത്ത് ഇളക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സീഡാണ് മക്കാന. ഒരുപാട് രോഗങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. ഡയബറ്റിക്സ്, ഹാർട്ട് ഡിസീസ് അങ്ങനത്തെ ഒരുപാട് രോഗങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഡയറ്റ് കോൺഷ്യസ് ആയവർക്കും ഇത് കഴിക്കാവുന്നതാണ്. നന്നായി ഇളക്കി കൊടുക്കുക. ശർക്കരപ്പാനി മക്കാനയുടെ എല്ലാ ഭാഗത്തേക്കും പിടിക്കാവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വളരെ ചെറിയ തീയിലിടണം. പിന്നെ അതിലേക്ക് കുറച്ച് സെസ്മി സീഡ്സ്, നമ്മുടെ വെളുത്ത എള്ളാണിത്. ഇത് വളരെ നല്ലൊരു സാധനമാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ, വെറുതെ കൊടുത്താൽ അത് കഴിക്കില്ല. അപ്പോൾ ഇതുപോലെ സ്നാക്സിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതങ്ങനെ കഴിച്ചോളും. കുറച്ച് നേരം നന്നായി ഇളക്കുക. ശർക്കരപ്പാനി എല്ലായിടത്തും പിടിച്ചൊന്ന് കാണുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സ്വീറ്റ് മക്കാന റെഡി ആയിരിക്കുകയാണ്. വെറുതെ ബേക്കറി പലഹാരങ്ങളും ബേക്കറിയിൽ നിന്ന് മിക്സറും അതും ഇതുമൊക്കെ മേടിച്ച് കൊടുക്കുന്നതിനേക്കാൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ടി വി കാണുമ്പോഴും ഒക്കെ തിന്നുകൊണ്ടിരിക്കാനും കുറച്ചുകൊണ്ടിരിക്കാനും ഒക്കെ വളരെ നല്ലൊരു സ്നാക്ക് ഐറ്റമാണിത്. ഇനി നമുക്ക് മറ്റൊരു സ്നാക്ക് ഐറ്റം പരിചയപ്പെടാം. അത് സ്പൈസി മക്കാനയാണ്. സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ അങ്ങ് മസാല ഇഷ്ടമാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാലയോ അങ്ങനത്തെ ഗരം മസാലയോ അങ്ങനെ എന്തെങ്കിലും മസാല ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം അത് ആഡ് ചെയ്യുക. ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും. അതൊന്ന് നന്നായി എണ്ണയിൽ കിടന്ന് ഒന്ന് മൂക്കട്ടെ. അത് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില. അതിൻ്റെ ആ മണം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം കറിവേപ്പില ഇടുന്നുണ്ട്. അതും അതിൽ കിടന്ന് നന്നായി വാടണം. അത് വാടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ മക്കാന, റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മക്കാന എടുത്ത് ഇടുക. അത് ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ ഉപ്പും മുളകും ഒക്കെ നന്നായി പിടിക്കുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കുക. തീ വളരെ കുറച്ച് വെക്കണം. കുറച്ച് നേരം ഇളക്കുക.
എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ മസാലയും ഉപ്പും മുളകൊക്കെ പിടിച്ചെന്ന് കാണുമ്പോൾ തീ ഓഫ് ചെയ്യുക. നമ്മുടെ സ്പൈസി മക്കാന സ്നാക്ക് റെഡി ആയിരിക്കുകയാണ്. ഇതും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. വളരെ ചെറിയ കുട്ടികൾക്കല്ല, കുറച്ച് വലിയ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കായിട്ടാണ്. നമ്മുടെ പോപ്കോൺ പോലെ ഇരുന്ന് തിന്നാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എങ്ങനെയാണ് മക്കാന സീഡ് താമരമുട്ടിൽ നിന്ന് എടുക്കുന്നത് എന്ന് കാണണമെങ്കിൽ താഴെ ഒരു വീഡിയോൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.